വെളുത്തിട്ട് പറഞ്ഞു ഭയങ്കര ബ്രൈറ്റ് ആണല്ലോ. അയ്യോ അങ്ങനെ നോവും. മമ്മി ഞാൻ ഉണ്ടാക്കി തന്ന ഫേസ് പാക്ക് എങ്ങനെയുണ്ട്? ഞാൻ പുതിയതായിട്ടൊരു ഫേസ് പാക്ക് കണ്ടുപിടിച്ചതാ. പരീക്ഷിക്കാൻ മമ്മിയുടെ മുഖത്തും തേച്ചു. അതെ, എങ്ങനെയുണ്ട്? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതെന്തൊക്കെയാന്നറിയാവോ? റോസാപ്പൂവിന്റെ ഇതള്, പാല്, കപ്പളഞ്ഞാപ്പഴം, ഇത്ര സാധനം. ഭയങ്കര കൂളിംഗ് അല്ലേ? തണുപ്പ് പോകുന്നുണ്ടോ? സൂപ്പർ സാധനം കേട്ടോ. സൂപ്പർ സാധനം, നാച്ചുറൽ ആയിട്ടുള്ള സാധനം. മമ്മിയുടെ UK പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് വരും മമ്മിയുടെ ഫേസ് പാക്ക്. നമ്മളൊക്കെ അധികം പൈസ മുടക്കി ഫേസ് പാക്ക് ഒന്നും ചെയ്യാൻ അല്ലേ മമ്മി? നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നു. കഴുത്ത തൂത്താൻ നല്ലതാണ്, പക്ഷെ നമ്മൾ ഡ്രസ്സിലാവുന്നുണ്ടെങ്കിൽ തൂക്കണ്ട. ഞാൻ എന്താണേലും കഴുത്തേലും കൂടെ തൂക്കണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ ഫേസിന്റെ ആ ഒരു കളർ കഴുത്തിലും വരണ്ടേ. ഓക്കേ, മകള് തൂത്തേച്ച് മിച്ചുണ്ടായിരുന്നൊക്കെ തൂക്കണം കേട്ടോ. അല്ലാതെ ഞാനിങ്ങനെ തൂക്കണ ആളൊന്നും അല്ല കേട്ടോ. ആരും വിശ്വസിച്ചിട്ടില്ല മമ്മി ഇങ്ങനെ തൂക്കുന്നുള്ള കാര്യം. എല്ലാവർക്കും മനസ്സിലായി. മമ്മി അല്ല തന്നെ ഭയങ്കര ബ്യൂട്ടിക്യൂനാണ്, ആയിരുന്നു, ഇപ്പോഴും ആണ്. പിന്നല്ലേ മമ്മിയുടെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ മമ്മി? മമ്മിയുടെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ? ഇതിഞ്ഞൊരു 1/2 മണിക്കൂർ മുഖത്ത് വെച്ചതിന് ശേഷം കനാലിന്റെ ആ വെള്ളത്തിൽ പോയി മുങ്ങി കുളിക്കണം. എന്നാലും നമ്മുടെ മുഖം ബ്രൈറ്റ് ആവും. അയ്യോ, എന്താ സൺടാൻ അടിച്ചിട്ടല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞാ മീൻ. നമ്മളെ ഫേസ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോ തന്നെ നമുക്ക് കഴുകി കളയാം. നോ ഇഷ്യൂസ്. മമ്മി വെളുത്ത് സുന്ദരിയാലോ. ആ, വെളുത്തിട്ട് പറഞ്ഞു. അതറിയില്ലേ? വെളുത്തിട്ട് പാറുന്നോ മമ്മി? വെളുത്തിട്ട് പാറാൻ. പാറാനോ? എനിക്കറിയാമല്ലോ. ഭയങ്കര ബ്രൈറ്റ് ആണല്ലോ. എങ്ങനെയുണ്ട് എന്റെ ടിപ്പ്? എങ്ങനെയുണ്ട്? നല്ല സുഖല്ലേ? നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പല്ലേ? നല്ലൊരു സുഖമുണ്ട്. ഭയങ്കര ഒരു റിലാക്സിങ് ട്രീറ്റ്മെന്റാ. ഹെയറിലും കൂടെ ഇട്ടാ നല്ല. അതല്ല, വേറൊരു പാക്ക് തന്നെ ഉണ്ടാക്കി തരാം. ഓക്കെ, അതിനൊന്നും സമയമില്ല. ഇപ്പൊ തന്നെ പോണോ മമ്മി? ഇപ്പൊ തന്നെ പോയേക്കാം. എപ്പോഴാ ഫ്ലൈറ്റ്? ഇപ്പൊ തന്നെ പോയേക്കാം. ഇപ്പൊ തന്നെ? മമ്മി, നമുക്ക് അത് മാത്രമല്ല, അതിനകത്ത് എന്തൊക്കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. തേന്, കറ്റാർവാഴ, ഇതെല്ലാം നമുക്ക് ചേർക്കാൻ പറ്റും. അപ്പൊ എന്റെ കയ്യിൽ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ അത് വെച്ച് ഉണ്ടാക്കി തന്നെ. സൂപ്പർ അല്ലേ? ഇനിയിപ്പോ അവിടെ ചെല്ലുമ്പോ എന്നാ ചെയ്യും? ഇതൊക്കെ കിട്ടോ? ഐസ് കേട്ടോ വെച്ച് ഫേഷ്യൽ ചെയ്യാം. മമ്മി ഞങ്ങള് പോവാണേ. ബൈ. നമ്മള് ഒരു ഈവനിങ് പിക്നിക്കിന് പോവാണ്. വേറെ ഒരിടത്തല്ല, പിക്നിക്. അതെന്നെ സാധനമാണോ? അറിയില്ലേ? നമ്മള് പാട്ടൊക്കെ ഫുൾ വൈബ് സെറ്റ് ആക്കാൻ പോണേയാണ്. ആഹോ, പിക്നിക്കിന് പോകുമ്പോ നോ കുക്കിംഗ്, നോ അതർ വർക്ക്സ്. ഓക്കെ, കംപ്ലീറ്റ്ലി റെസ്റ്റ്. പിന്നെ കൊറേ ചിങ്കിടികൾ വരുന്നുണ്ട്, അവരെ കൊണ്ട് ജയിച്ചാ മതി. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗാങ്ങിൽ ഒരു കടിയനൂറുമ്പായി ഞാൻ വരും. പിക്നിക് മൂഡിലാണ്, പിക്നിക് മൂഡ്. ഞാൻ ഉറങ്ങി വീഴുന്നതിന് മുമ്പ് വണ്ടി സ്റ്റാർട്ടാക്കി പോവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ എന്തൊക്കെയാ എടുത്തേ? ബ്ലൂടൂത്ത് സ്പീക്കർ, ചെയറ്, പിന്നെന്താ? ഇതെന്താ? എണ്ണയോ? അല്ല, വെള്ളം. അല്ല, കന്നാസിനകത്ത് സാധാരണ എണ്ണയാണല്ലോ കൊണ്ടുപോകാറില്ലേ. അപ്പൊ ഫുഡൊക്കെ നമുക്ക് ബിനിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് കിട്ടുമല്ലേ? ചെപ്പോളം. ആ, അത്രേ സമാധാനം. ഇവരൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ പോയാലേ എൻ്റെ പോലെ വായിക്ക് വെച്ച് കഴിക്കാൻ പറ്റുന്നതിനും കിട്ടണ്ടേ. ഇതെന്തിനാ ഈ പെട്ടി? അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതെന്താ? ആ, മലമണ്ടേന്ന് മീനൊക്കെ കിട്ടാനായിട്ട്. എനിക്ക് എന്താ പറ്റിയേ? പിടികിട്ടി. വൈബ് സെറ്റ് ആക്കേണ്ട ഒരു ഭാഗമായിട്ട് വരും അല്ലേ?
ഏ കള്ളച്ചിരി എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഇതെന്നാ ഇതിനകത്ത് തുറക്കാൻ? എൻ്റെ അമ്മ. ആ ഐസ് കട്ടയാണോ? അല്ല ഐസ് കട്ട എന്തിനാണാവോ? ഏ മിണ്ടുന്നില്ലല്ലോ. ഐസ് കട്ടയൊക്കെ ആയിട്ടാ പോണേ. എന്തോരോ എന്തോ. വാ. അപ്പത് അടുത്ത ആള് വന്നു. ശിങ്കടി നമ്പർ 1 വന്നു, ലാൻഡ് ചെയ്തു. പുള്ളിയെ വെയിറ്റ് ചെയ്താണ് നമ്മൾ ഇത്ര നേരം നിന്ന് കേട്ടോ. പുള്ളി വരണ്ടേ? മുഖം ഒന്ന് കാണിക്കൂ. ബാക്കല്ല, മുഖം മുഖം. ഇതെന്നാ ഫുൾ ബോട്ടിൽസ് ആണല്ലോ. ഒന്നുമില്ല. ബോട്ടിൽ എന്ന് പറഞ്ഞ കലി വരാൻ മാത്രം അതിന് അത്ര മോശം വേടാണ്. ഒന്നുമില്ല. ഓ അപ്പം എൻ്റെ മുടിയൊക്കെ പാറി പറക്കുന്ന കണ്ടോ ഗൈസ്? വണ്ടിയുടെ കാറ്റടിച്ചിട്ടാണ്, വേറെ ഒന്നുമല്ല. നല്ല രസമുണ്ടല്ലേ എൻ്റെ മുടി കാണാൻ. അപ്പം എല്ലാവരും പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അതേ അവിടെ നിന്നാണ് ഈ മുടിയിലേക്ക് കാറ്റടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നല്ല രസമായിട്ടാണ് പോണത്. അപ്പോൾ അതേ നമ്മുടെ ബിനിച്ചേട്ടൻ്റെ ചായക്കട എത്തിയതേ. മൂക്കുമുട്ട ബോളിയും ചായയും കാപ്പിയും എല്ലാം അടിച്ച് കയറ്റണതാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അവിടെ നിൽക്കാൻ തന്നെ. അടിപൊളിയായിട്ടുള്ള ഒരു സൂര്യാസ്തമയം നമ്മൾ കാണാൻ പോകുന്നത്. വണ്ടി കയറി കയറി ചെല്ലുമ്പോൾ ദേ അമ്പോ തീക്കട്ടയാണ്, തീക്കട്ട. വണ്ടി കുലുക്കാതെ ഓടിക്കൂ. അടിപൊളി. ഒന്ന് വണ്ടി നിർത്താവോ? ഇതെന്താ ഇന്ന് അപ്പടി ചൂടായണ്ടോ സൂര്യന് ഇത്രയും ഇത്രയും ഓറഞ്ച് കളർ നിൽക്കുന്നത് കണ്ടോ? അമ്പോ സീനല്ലേ? ഈ സൂര്യാസ്തമയം കാണാൻ പോകുന്നതൊക്കെ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. നമ്മൾ എന്നും തന്നെ സൂര്യാസ്തമയം കാണാൻ പോകുന്നു, ഒരു ഈവനിങ് ട്രിപ്പിന് പോകുന്നു, കുറേ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ലൈഫിൽ നല്ല രസമുള്ള കാര്യമാണ്. അപ്പം നമ്മളിതേ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ അടിപൊളി വ്യൂ ആട്ടോ, അടിപൊളി വ്യൂ. ബ്രിൻഡോയെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ടോണി ആയിരിക്കുന്നത്. ബൂട്ടിടുന്ന ആളുകളെ നിങ്ങൾ എന്താ ഗ്ലൗസ് ഒക്കെ ഇട്ട് നടക്കുന്നേ? ഇങ്ങോട്ട് നോക്കി. പിണങ്ങിയോ? ഭയങ്കര പണിയാണ് കേട്ടോ ഇവിടെ എല്ലാരും. ഇത് അടുത്തയാള് ശിക്കാരി ശംഭു വരുന്നു. ആ ഡ്രസ്സിങ്ങും ആ വരവൊക്കെ കണ്ടു കഴിഞ്ഞാ പോണോ? കാട്ടിക്കറി പോണോ? രണ്ടുപേരും ഹാർഡ് വർക്കിംഗ് ആട്ടോ. നടപ്പൊക്കെ ഉണ്ടോ? എല്ലാവരും ഭയങ്കര പണിയാട്ടോ. അവർ ചുമ്മാ നിൽക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ വെറുതെ നിൽക്കത്തേ ഉള്ളൂ, ഞാൻ ഒന്നും ചെയ്യത്തില്ല. കാരണം അല്ലെങ്കിൽ ഇവരെ ഭയങ്കര മടിയന്മാരായി പോട്ടോ. നമ്മളങ്ങനെ പ്രൊമോട്ട് ചെയ്യരുത്. ഇപ്പം ആകാശമൊക്കെ കാണാൻ നല്ല രസം. നല്ലൊരു ഈവനിങ് ആയിരുന്നു. ആണ് അതിനത് അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയറിനുള്ള വിറക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഈ ചുള്ളിക്കമ്പുകളാണോ ക്യാമ്പ് ഫയറിന്? എനിക്കറിയില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. കോലാടി വേണോ? കോലാടി അല്ല കോടാലി ഉണ്ടോ?
ബാഹുബലി വരുന്നുണ്ട്, ബാഹുബലി. അയ്യോ ഇപ്പൊ എന്റെ മേത്തടിയാണ്. ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന ശരിയാണ് ബാമ്പു. യാ അപ്പം ഇങ്ങനെയൊക്കെ പണിയാൻ ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ആൾക്ക് ദേ ആരെയും മൈൻഡൊന്നുമില്ല. ഫുൾ പണി തീർത്തിട്ടേ വല്ലയിടത്ത് അടങ്ങിയിരിക്കുള്ളൂ കേട്ടോ. അപ്പം ഫുൾ വിറക് ശേഖരണമാണ് എല്ലാവരും കൂടെ കൂടി. അപ്പം ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ശേഖരിക്കാൻ പറ്റുന്നില്ല. ഞാനും പോയി ശേഖരിക്കട്ടെ കേട്ടോ. ആ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രാത്രിയിലൊക്കെ എസ്പെഷ്യലി ഭയങ്കര വ്യൂ ആണ് കേട്ടോ. ചെപ്പകുളം മലയുടെ മുകളിലാണ് നമ്മൾ. അപ്പോൾ താഴേക്ക് രാത്രിയിലൊക്കെ നല്ലൊരു ഈ ആകാശത്ത് നക്ഷത്രങ്ങൾ താഴേക്ക് ഇറങ്ങിയ പോലുള്ളൊരു ഫീലാണ് കേട്ടോ. നമുക്കിവിടെ കുറേ ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. ഇവിടെ നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് കിടക്കാൻ തോന്നും, അതുപോലെ രസമാണ്. നല്ലൊരു മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട്. ക്യാമ്പ് ഫയറിനുള്ള തടിയാണ് വെട്ടി മുറിക്കുന്നത്. ഈ ഇണ്ടിങ്ങ കൊടാലി വെച്ചാണോ അത്രയും വലിയ തടി വെട്ടുന്നേ? ഓഹോ എല്ലാം നടക്കുമോ എന്തോ. എന്റെ സഹായം വേണോ? അയ്യോ അതിനെ നോവും. ഒച്ച ഏൽപ്പിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നീ എന്തോ പറയാറുണ്ടായിരുന്നല്ലോ, ചൈനക്കാരിനെ പോലെ ആകണമെന്നോ? അതുപോലെ പണിയെടുക്കുന്ന ചൈനക്കാരിനെ പോലെ ആകണമെന്നല്ലേ? അതെ അതെ, അങ്ങ് മാറി ഇട്ടണ മുമ്പ് ഞാൻ വെട്ടട്ടെ. അതെനിക്കറിയില്ല. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അത് മിക്കവാറും തലമണ്ടലേക്ക് തന്നെ ചാടും. ഭയങ്കര സ്ട്രോങ് അത്. കാര്യം നമുക്ക് തോന്നും കരിഞ്ഞു നിൽക്കുമെന്നൊക്കെ. ഇവിടെ മിസ്റ്റർ ദിസ് ഇസ് കുറ്റി, നിസാരം. കൊടുക്ക് കൊടാലി. അതേ പോണു. കോടാലി തെറിച്ച് ഇങ്ങോട്ട് വരുമോ? വാളുണ്ടോ? വാള് അപ്പൊ ടോണിക്കൊരു പണി കൊടുത്തില്ലേ? നമുക്ക് പോയാലോ? ഇന്ന് അതും ചെയ്തോണ്ടിരുന്നോളും. അപ്പൊ ഇതിനെ നമുക്ക് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഹായ്, ഐ ആം ടോണി എന്ന് പറഞ്ഞേ. നിങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവനും ഈ പറയണ പോലെ വരില്ല അല്ലേ? ഒന്നും വരുന്നില്ലല്ലോ. ഇവിടെ ഏറ്റവും കൂടുതൽ കട്ട് കിട്ടിയേക്കും. ഇച്ചിരി മുകളിൽ നിന്ന് കട്ട് ചെയ്തോ, എളുപ്പമുണ്ടോ? ഇവിടെ നിന്നോ? അവിടെ നിന്നല്ല, ഇച്ചിരി താഴെയാണോ? ഇവിടെ നിന്നോ? ഇച്ചിരി താഴെയാണ്, അത് പൊടിക്കുന്ന താഴെയാണ്. അങ്ങനെ ഒരു 2 മണിക്കൂറിന്റെ പ്രയത്നത്തിന് ശേഷം 2 മണിക്കൂറോ? അങ്ങനെ നമ്മൾ തോറ്റ് പിന്മാറാൻ. അയ്യോ നല്ല കനമുണ്ട് അതിന്. കനത്തിന്റെ അല്ല, കരിയായോണ്ട് മേത്ത് പറ്റണല്ലോ നടത്തിട്ടല്ലേ. കരിയായിരുന്നല്ലോ. മടക്കല കിട്ടിയിട്ടുണ്ടേ അതെടുക്കാം. ഇതെന്നാ പണി? ക്യാമ്പ് ഫയർ. ചാരെല്ലാം കോരി മാറ്റണോ അല്ലേ? ഈ തീ കത്തിക്കുന്ന സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പിങ്ങിന് വന്നപ്പോൾ ചേട്ടായി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിനകത്ത് ചാരം എല്ലാം വാരി കളയാനാണ്. കാരണം ചാരം വാരി കളഞ്ഞാലേ നമുക്ക് തീ കത്തിക്കാനുള്ളൊരു സ്പേസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം ആ ചാരം എല്ലാം വാരി കളയാണ്. വിളക്ക് വെക്കുന്നു ഗൈസ്. ഇതെന്താ ഇത്? ക്യാമ്പ് ഫയറിൽ ആദ്യത്തെ തീ കത്തിക്കലിന പരിപാടിയാണ്. ചടങ്ങാണത്. വല്ല നടക്കുവോ?
ഇങ്ങനെ പിന്നെ ഈ വേനൽക്കാലത്ത് തീ കത്താൻ ഒരു പാടുമില്ല. അല്ലെങ്കിൽ നമ്മൾ തിരി ഇഷ്ടം പോലെ അല്ലേ ഇങ്ങനെ ഇട്ടം കത്തിക്ക്. അയ്യോ കിട്ടുപോയോ? നല്ല തുടക്കം. വിളക്ക് വെക്കുമ്പോ അപ്പോൾ അങ്ങനെ ദേ നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ ഇട്ടു. നമ്മുടെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു, അവരും കൂടെ വന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല രസമുള്ളൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ രാത്രി ആവും തോറും നല്ല തണുപ്പും വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര സെറ്റായിട്ടിരിക്കുകയാണ്, മ്യൂസിക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്.